ഇത്രയും വലിയ മണ്ടത്തരം സത്യം പറഞ്ഞാൽ മാർവൽ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. സോണി ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്. സോണിയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ നമ്മൾ കണ്ടിട്ടുള്ളത് അത് തന്നെയാണ്. പക്ഷെ മാർവൽ, കമോൺ, ഗ്രോ അപ്പ് മാർവൽ, ഗ്രോ അപ്പ്. അല്ലാതെ എനിക്കിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം റീസെൻ്റ്ലി നമുക്കൊരു അനൗൺസ്മെൻറ്റ് നമുക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. സാഡി സിംഗ് ഫ്രം സ്ട്രേഞ്ചർ തിങ്സ് MJയുടെ ക്യാരക്ടറിനെ ആയിരിക്കും ഇനി സ്പൈഡർമാൻ 4 പ്ലേ ചെയ്യാൻ പോകുന്നതെന്ന്. അതായതെന്ന് പറഞ്ഞാൽ സെന്തിയുടെ ക്യാരക്ടറിനെ അവർ മൊത്തത്തോടെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് എനിക്കറിയാം, അതായതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെങ്കിലും വേറെ ക്യാരക്ടേഴ്സിനും പ്രോബബിലിറ്റി ഉണ്ട്. അതായത് പുള്ളിക്കാരി പ്ലേ ചെയ്യാൻ പറ്റുന്നത് ബ്ലാക്ക് ക്യാറ്റ് ഉണ്ട്, സ്പൈഡർ ഗ്വൻ ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ലീക്സിലും കൂടി നമുക്ക് കണ്ടിട്ടുള്ളത് കൂടുതലും പ്രോബബിലിറ്റി പുള്ളിക്കാരി സാഡി സിങ്ക് എന്താണെങ്കിലും MJയുടെ ക്യാരക്ടറിനെ ചെയ്യാൻ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആൻഡ് അങ്ങനെയാണ് കാര്യമെങ്കിൽ അവർ മൊത്തത്തോടെ സെന്തിയുടെ ക്യാരക്ടർ എടുത്ത് കളയുവാണെങ്കിൽ അത് ഭയങ്കര വലിയ മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം ഓൾറെഡി നമുക്കറിയാം ഫാൻസ് സോണിയുടെ സിനിമ എന്നുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് അവർ പ്രതികരിക്കണേ എന്നുള്ളൊരു കാര്യം. അതിൻ്റെ കൂടെ ഇതും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർന്നു, അവിടെ വച്ചോ. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പടം ഓടുമെന്ന്. ബാക്കി ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ക്രേവൺ, മാഡം വെബൊക്കെ പോലെ തന്നെ മറ്റൊരു പടമാകാനുമാണ് സാധ്യത വളരെ കൂടുതൽ. പക്ഷെ എന്നാലും മാർവൽ വൈ, എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം 50% എന്നാലും മാർവൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്, 50% മാത്രമേ സോണിക്കുള്ളൂ. സോ ഇതെല്ലാം ഞാൻ പറയുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഹോപ്പ് മറ്റൊരു ലീക്സിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അതായത് എന്ന് പറഞ്ഞാൽ ഇത് മിക്കവാറും ഒരു MJയുടെ മൾട്ടിവേഴ്സിലുള്ളൊരു വേരിയന്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം സോണി കൂടുതലും ഉദ്ദേശിക്കുന്നത് ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന് പറഞ്ഞ സിനിമ പോലെ ഒരു സിനിമയാക്കണം സ്പൈഡർമാൻ 4 എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇത് ഹെവിലി ഡൂംസ്ഡേയും അതുകൂടാതെ തന്നെ സീക്രട്ട് വാർസും കണക്റ്റഡ് ആയിട്ടുള്ളൊരു സിനിമ കൂടി തന്നെയാണ്. സോ അതുകൊണ്ട് അവർക്ക് ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി എന്താണെങ്കിലും എനിക്ക് തോന്നുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ തന്നെ എന്തിന് വേറൊരു വേരിയൻ്റ് ആയിട്ടുള്ളൊരു MJയെ കാണിക്കുന്നു? ചിലപ്പോൾ ജസ്റ്റ് കമിയോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തുള്ള റൂമേഴ്സ് വെച്ചിട്ട് പുള്ളിക്കാരിയുടെ റോൾ എന്താണെങ്കിലും ഒരു കമിയോ അല്ല. പുള്ളിക്കാരി മേജർ കാസ്റ്റ് ലിസ്റ്റിലേക്കാണ് പുള്ളിക്കാരി അവർ കാസ്റ്റും ചെയ്തിട്ടുള്ളത് തന്നെ. കാരണം നമ്മുടെ നേരത്തെയുള്ള വീഡിയോസിനകത്തും എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പൈഡർമാൻ 4 സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ സക്സസിന് ശേഷം വരുന്നൊരു സിനിമ ആയതുകൊണ്ട് തന്നെ മാർവലിന് ഒത്തിരിയധികം രീതിയിൽ പ്രതീക്ഷകളുണ്ട്. ആൻഡ് മാർവലിന് അതൊരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആക്കാൻ ഒരു രീതിയിലും താല്പര്യമില്ല. അവർക്ക് കുറച്ചും കൂടി എന്താ പറയുക, നോ വേ ഹോമിനേക്കാളും ഗ്രാൻഡ് ആയിട്ടുള്ളൊരു സിനിമയാക്കാനാണ് അവർക്ക് താല്പര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു മൾട്ടിവേഴ്സ് ഫിലിം ആവുമെന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ റീസെൻ്റ്ലി ആണ് നമുക്ക് ഈ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. MJയുടെ ക്യാരക്ടറിനെ തന്നെ ഒരു മൊത്തത്തോടെ റീപ്ലേസ് ചെയ്തിട്ട് സാഡി സിങ്ങിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഫാൻസ് ആയിട്ട് എത്രത്തോളം സോണിക്കും മാർവലിനും കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. കാരണം അതേപോലത്തെ ഒരു എൻഡിങ് ആയിരുന്നു നമുക്ക് നോ വേ ഹോമിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി ആ ഒരു സിനിമ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇനി എങ്ങനെ ആ ഒരു കണക്ഷൻ പീറ്റർ പാർക്കറും MJയും തമ്മിയിട്ട് അവർ വീണ്ടും എങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുമോ എന്നുള്ളൊരു കാര്യം കാണാൻ ഏതൊരു ഫാൻസിനും പൊതുവേ താല്പര്യമുള്ളൊരു കാര്യം തന്നെയാണ്. സോ അതൊന്നും കാണിക്കാതെ മൊത്തത്തോടെ ആ ഒരു ക്യാരക്ടറിനെ തന്നെ റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് പ്രത്യേകിച്ച് അങ്ങനെ അധികം ഫാൻസിനൊക്കെ ദഹിക്കും എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഹെവിലി ഇൻഫ്ലുവൻസ് ആയിട്ട് കിടക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഡൂംസ്ഡേയും അതുകൂടാതെ തന്നെ സീക്രട്ട് വാർസും തമ്മിൽ. സോ കാരണം മാർവലിൻ്റെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീക്രട്ട് വാർസിന് ശേഷം അവർ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്മെനും അതുകൂടാതെ തന്നെ ഫാന്റാസ്റ്റിക് ഫോർ എല്ലാം തന്നെയാണ്. പിന്നെ സ്പൈഡർമാൻ ഉണ്ടാവും, പക്ഷേ ഇത് ഒരു എന്താ പറയുക ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ളൊരു സിനിമ കൂടി തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും ഫ്ലോപ്പ് എന്നുള്ളൊരു കാര്യം പോലും ആലോചിക്കാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള മറ്റു കുറച്ച് അപ്ഡേറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സ്പൈഡർമാൻ 4 സിനിമയ്ക്കകത്ത് സെന്തിയുടെ ക്യാരക്ടർ ഉണ്ടാവും, പക്ഷേ പുള്ളിക്കാരിക്ക് മേജർ ആയിട്ടുള്ളൊരു പ്രസൻസ് ഉണ്ടാകില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് വേറെ കുറേ പ്രൊജക്ട്സിൻ്റെ കാര്യത്തിൽ കൊണ്ട് തന്നെ പുള്ളിക്കാരി അതിൽ ബിസി ആണെന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് അതുകൂടാതെ തന്നെ സ്പൈഡർമാൻ, അതായത് ടോം ഹോളണ്ടിൻ്റെ സിനിമയിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട് സർക്കിൾ ആയിരിക്കില്ല നമ്മൾ ഇനി സ്പൈഡർമാൻ 4 കാണാൻ പോകുന്നത്. പുള്ളിക്കാരന് ഒരു പുതിയ സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും, അവരുടെ കൂടെ ആയിരിക്കും സ്പൈഡർമാൻ കറങ്ങി നടക്കുന്നത്. സോ അതാ ഞാൻ പറഞ്ഞത്, MJയുടെ ക്യാരക്ടറിനെ അവർ സൈഡ് ലൈൻ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമുക്കിത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. മൊത്തത്തോടെ അതായത് ഇപ്പോൾ സാഡി സിംഗിൻ ചെയ്യുന്ന ക്യാരക്ടർ MJ തന്നെയാണെങ്കിൽ അത് മൊത്തത്തോടെ റീപ്ലേസിംഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഫെലീഷ്യയുടെ ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം അത് ബ്ലാക്ക് ക്യാറ്റിൻ്റെ ക്യാരക്ടറാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം. കാരണം കോമിക്സിൽ നമുക്കറിയാം ബ്ലാക്ക് ക്യാറ്റും സത്യം പറഞ്ഞാൽ സ്പൈഡർമാൻ്റെ ഒരു രീതിയിലുള്ളൊരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് കൂടി തന്നെയാണ്. സോ ഇപ്പോഴത്തെ കറൻറ്റ്ലി നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു റോ ലീക്സ് വെച്ചിട്ട് നമുക്കിപ്പോൾ നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഓവറോൾ നമുക്ക് ഇത്രയും അപ്ഡേറ്റ്സ് ആണ് നമുക്ക്
നമുക്ക് എന്താണെങ്കിലും പുതിയ സ്പൈഡർമാൻ 4നെ കുറിച്ചിട്ടുള്ളൊരു സോണിയുടെ ഭാഗത്തുനിന്ന് മാർവലിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള, കാരണം നമുക്കറിയാം സ്പൈഡർമാൻ 4 എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മൾട്ടിവേഴ്സിലെ തന്നെ ഭയങ്കര വലിയൊരു എന്താ പറയുക ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് വരാൻ പോകുന്നൊരു സിനിമ തന്നെയാണ്. കാരണം ഇതിന് ശേഷം നേരെ നമ്മൾ സീക്രട്ട് വാർസിലേക്കും കൂടി തന്നെയാണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സിനിമ അവർക്ക് എന്താണെങ്കിലും തട്ടിക്കൂട്ടി ചെയ്യാൻ സാധിക്കില്ല. ഇതിന് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം, നല്ലൊരു സ്റ്റോറി വേണം, ആൻഡ് അതെല്ലാം കൂടി കണക്ട് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ സ്പൈഡർമാൻ്റെ ഇൻവോൾവ്മെൻറ്റും കൂടി ഈ ഒരു മൾട്ടിവേഴ്സിനകത്ത് എങ്ങനെ കൊണ്ടുവരുമെന്ന് അവർക്ക് പറയാൻ കഴിയുള്ളൂ. ആൻഡ് സീക്രട്ട് വാർസിലേക്ക് നമ്മൾ നോക്കിയാൽ ഇതിന് ശേഷം മ്യൂട്ടൻസ് ആകെ അവർ തുടങ്ങാൻ പോവാണ്. സോ എക്സ്മാൻ, ഫാന്റാസ്റ്റിക് ഫോർ ഒക്കെ അതിനകത്താണ് കുറച്ചും കൂടി കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ആയിട്ട് വരാൻ പോകുന്നത് തന്നെ. സോ ഈ ഒരു സിനിമ അവർക്ക് ഒരിക്കലും ഫക്ഡപ്പ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള കാസ്റ്റിംഗ് ചോയ്സസും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇവരെന്ത് തേങ്ങാക്കൊലയാണ് ഉദ്ദേശിക്കണേ എന്നുള്ളത് കാര്യം തന്നെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഈ ഒരു ഡിസിഷനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സാഡി സിങ്ക് MJ ആവുന്നതും അതുകൂടാതെ തന്നെ സിന്ധിയുടെ ക്യാരക്ടറെ മൊത്തത്തോടെ റീപ്ലേസ് ചെയ്യുന്നത്, അതോ ഇതൊരു മൾട്ടിവേഴ്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കുമോ? കാരണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും രണ്ട് വേരിയൻ്റ് ആയിട്ടുള്ള MJ ആയിരിക്കുമോ, അതോ ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഫെലീഷ്യയുടെ ക്യാരക്ടർ ആയിരിക്കുമോ സാഡി പ്ലേ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സെന്തിയെ മൊത്തത്തോടെ മാറ്റിക്കാൻ അത് വലിയ കാര്യമല്ല. ആസ് എ ഫാൻസ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെയാണോ നിങ്ങളുടെ തോട്ട്സ് എങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്, ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. പിന്നെ ഞാൻ ഇത്രയും പറയുന്നത് സ്പൈഡർമാൻ 4 എനിക്ക് കാണാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അത് ആൻഡ്രൂനും ടോബിയും തന്നെയാണ്. അവരെങ്ങനെയെങ്കിലും കൊണ്ടുപോകുക, അത് മിക്കവാറും കൊണ്ടുവരാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. കാരണം അത് it's Sony is all about money. So once again, thank you so much for watching this video guys. Stay safe guys, stay awesome. See you guys next episode. Watch.